സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിലെ വ്യവസായ സ്ഥാപനങ്ങളിലെ വിദേശ തൊഴിലാളികളുടെ ലെവി ഇളവ് 2025 ഡിസംബർ 31 വരെ നീട്ടാനുള്ള സൗദി മന്ത്രിസഭയുടെ തീരുമാനം വ്യവസായ മേഖലയ്ക്ക് ഭരണകൂടത്തിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയുടെ തുടർച്ചയാണെന്നും അത് വലിയ ഉണർവ് നൽകുമെന്നും വ്യവസായ ധാതു വിഭവ മന്ത്രി ബന്ദർ അൽ ഖുറൈഫ് അറിയിച്ചു. വിഷൻ 2030 ലക്ഷ്യങ്ങൾക്കനുസൃതമായി രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ വ്യവസായ മേഖലയ്ക്ക് പ്രധാന പങ്കാണുള്ളത്. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിന്റെ നിരന്തര ശ്രദ്ധ ഈ മേഖലയിലുണ്ട്. ലെവി ഇളവ് നീട്ടാനുള്ള തീരുമാനം ആഗോളതലത്തിൽ സൗദി വ്യവസായത്തിന്റെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും വലിയ തോതിൽ സഹായിക്കും. സൗദിയുടെ എണ്ണ ഇതര കയറ്റുമതി കൂടുതൽ ആഗോള വിപണികളിലേക്ക് വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഉത്തേജനം നൽകുമെന്നും മന്ത്രി വിശദീകരിച്ചു. 2019 ഇത്തരത്തിൽ ലെവി ഇളവ് നൽകാൻ തുടങ്ങിയത്. അന്നു മുതൽ ഈ വർഷം ഏപ്രിൽ അവസാനം വരെ വ്യവസായ മേഖല ഗണ്യമായ വളർച്ചയും കൈവരിച്ചു. വ്യവസായ സ്ഥാപനങ്ങളുടെ എണ്ണം 8,822 ഫാക്ടറികളിൽ നിന്നും 11,868 വർദ്ധിച്ചു. തൊഴിൽ വളർച്ച 57% വർദ്ധിച്ചത്. തൊഴിലുകളിലെ സ്വദേശിവൽക്കരണം 32% ഉയർന്നു. വ്യവസായിക ധാതു സമ്പത്ത് മേഖലയ്ക്ക് ഭരണകൂടത്തിൽ നിന്നും ലഭിക്കുന്ന വലിയ പിന്തുണ കൊണ്ടാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കാനായത്. ലെവി ഇളവ് രാജ്യം വഹിക്കാൻ തുടങ്ങിയതിനു ശേഷം വ്യവസായ മേഖല നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തെ സ്വദേശി സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ വിപണി സജീവമായില്ല. സ്കൂൾ യൂണിഫോമും ബാഗുകളും ചെരുപ്പുകളുമൊക്കെ ശേഖരിച്ചു വെച്ച് സീസണിനെ വരവേൽക്കാൻ ഒരുങ്ങിയ വ്യാപാരികളിൽ കടുത്ത നിരാശയാണ്. സാധാരണ ബലിപെരുന്നാൾ കഴിഞ്ഞ് തൊട്ടടുത്ത ഒരു മാസം വ്യാപാരമാന്ദ്യം പതിവുള്ളതാണ്. എന്നാൽ ഇപ്രാവശ്യം 3 മാസത്തോളമായി മാർക്കറ്റുകൾ നിർജീവമാണ്. ഇതുമൂലം വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ കനത്ത ചൂട് കാരണം സ്വദേശികളിൽ നല്ലൊരു ശതമാനം പേരും തണുപ്പ് അനുഭവപ്പെടുന്ന വിദേശ രാജ്യങ്ങളിലേക്കും സലാല പോലുള്ള പ്രദേശങ്ങളിലേക്കുമൊക്കെ ടൂർ പോയതും മാർക്കറ്റിനെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര പോയ സ്വദേശി കുടുംബങ്ങൾ തിരിച്ചെത്തുന്നതോടെ വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ വിവിധ വ്യാപാരികൾ. മസ്കറ്റിലെ ഇന്ത്യൻ സ്കൂളുകൾ വേനലവധിക്ക് ശേഷം ഈ മാസം ആദ്യം തുറന്നു പ്രവർത്തിച്ചിരുന്നു. അവധിക്ക് നാട്ടിൽ പോയിരുന്ന കുടുംബങ്ങളൊക്കെ തിരികെ എത്തിയിട്ടും സ്കൂൾ വിപണിയിൽ കാര്യമായ മാറ്റമൊന്നും ദൃശ്യമായിട്ടില്ല. മാസങ്ങളായി വിപണി മന്ദഗതിയിലായതിനാൽ ചെറുകിട കച്ചവടക്കാരൊക്കെ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുകയാണ്. കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ മസ്ജിദ് പരിസരത്തേക്ക് ഇസ്രായേൽ അധിനിവേശം നടത്തിയതിൽ ഒമാൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമർ ബെൻഗുറാണ് ആയിരങ്ങളെ നയിച്ച് പള്ളിക്കകത്ത് കയറി പ്രാർത്ഥന നടത്തിയത്. ബെൻഗുറിനോടൊപ്പം മന്ത്രിയായ ഈത്സാക് വാസർലോഫും ഇസ്രായേൽ പാർലമെന്റ് അംഗങ്ങളും അണിനിരന്നിരുന്നു. ഇസ്രായേലിന്റെ ഇത്തരം നടപടികളെ അപലപിക്കാനും മതപരമായ സ്ഥലങ്ങളുടെ പവിത്രത സംരക്ഷിക്കാൻ നടപടികൾ കൈക്കൊള്ളാനും മന്ത്രാലയം അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. ദുബൈയിൽ തീപിടിക്കുന്ന ദ്രാവകങ്ങളോ വസ്തുക്കളോ അനുമതിയില്ലാതെ ടാങ്കുകളിൽ സൂക്ഷിച്ചാൽ കടുത്ത പിഴ ചുമത്തുമെന്ന മുന്നറിയിപ്പുമായി അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റി. നിയമലംഘകർക്ക് 30,000 ദിർഹം വരെ പിഴ ചുമത്തും. ഇത്തരം വസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് മുമ്പായി സിവിൽ ഡിഫൻസിന്റെ അനുമതി വാങ്ങിയിരിക്കണം. റോഡ് ഗുണനിലവാര സൂചികയിൽ സൗദി അറേബ്യ 4ാം സ്ഥാനം സ്വന്തമാക്കി. G20 രാജ്യങ്ങളിലെ റോഡ് ഗുണനിലവാര സൂചികയിലാണ് സൗദി മികച്ച സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. സൗദി അറേബ്യയിലുടനീളമുള്ള 77%-ലധികം റോഡുകളും സുരക്ഷയുടെ കാര്യത്തിൽ മുൻപന്തിയിലാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ റോഡുകൾ പാലിക്കുന്നുണ്ടെന്നും സർവേ ചൂണ്ടിക്കാണിച്ചു. ഗുണനിലവാരം, ഗതാഗത സാന്ദ്രത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന റോഡ് സെക്ടർ സ്ട്രാറ്റജി ആരംഭിച്ച് 500 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രകടന ഫലങ്ങൾ കാഴ്ചവെച്ചത്. ജനറൽ റോഡ്സ് അതോറിറ്റി അതിൻ്റെ സൂചകങ്ങൾക്കനുസൃതമായി ലോകത്തിലെ ഏറ്റവും വലിയ സർവേയാണ് നടത്തിയതും. രാജ്യത്തെ റോഡുകളുടെ ഗുണനിലവാരവും ഗതാഗത സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സൗദി വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. രാജ്യത്ത് നടപ്പിലാക്കിയ നിരവധി പദ്ധതികളും സംരംഭങ്ങളും അതോറിറ്റി പരാമർശിച്ചിട്ടുണ്ട്. രാജ്യത്ത് പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി ട്രാഫിക് സുരക്ഷ ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് 26-ന് അപകടരഹിത ദിനം എന്ന പേരിൽ ദേശീയ ബോധവൽക്കരണ ക്യാമ്പയിനുമായി UAE ആഭ്യന്തര മന്ത്രാലയം, ഫെഡറൽ ട്രാഫിക് കൗൺസിൽ, ജനറൽ കമാൻഡ് ഓഫ് പോലീസ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ നടത്തുക.
പുതിയ അധ്യയന വർഷത്തിൽ ക്ലാസുകൾ ആരംഭിക്കുന്ന ആദ്യ ദിവസം ട്രാഫിക് അപകടങ്ങളിൽ നിന്നും മുക്തമാണെന്ന് ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ക്യാമ്പയിനിൽ വ്യാപകമായ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അപകടരഹിത ദിനം ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന ഡ്രൈവർമാർക്ക് 4 ബ്ലാക്ക് ട്രാഫിക് പോയിന്റുകൾ കുറച്ചു നൽകും. ഈ സുപ്രധാന ദിനത്തിൽ ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കാൻ ഡ്രൈവർമാരോടും രക്ഷിതാക്കളോടും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ബ്ലാക്ക് പോയിന്റ് കുറയ്ക്കുന്നതിന് യോഗ്യത നേടുന്നതിന് പങ്കെടുക്കുന്നവർ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള സത്യപ്രതിജ്ഞയിൽ ഒപ്പിടണം. കൂടാതെ പങ്കെടുക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഈ ദിവസം ട്രാഫിക് ലംഘനങ്ങളോ അപകടങ്ങളോ സംഭവിക്കാൻ പാടില്ല. ഓഗസ്റ്റ് 26 ശേഷവും ആനുകൂല്യങ്ങൾ തുടരും. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന UAE സർക്കാരിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള പ്രധാന ചുവടുവയ്പ്പുകളിലൊന്നാണ് ക്യാമ്പയിനെന്ന് ഫെഡറൽ ട്രാഫിക് കൗൺസിൽ ചെയർമാൻ അറിയിച്ചു. വാഹന സുരക്ഷയെക്കുറിച്ച് വാഹനമോടിക്കുന്നവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഉത്തരവാദിത്തമുള്ള ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം, പ്രത്യേകിച്ച് സ്കൂളുകൾക്ക് സമീപം. മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക, ട്രാഫിക് പാതകൾ പിന്തുടരുക, സുരക്ഷിതമായ അകലം പാലിക്കുക, കാൽനടയാത്രക്കാർക്ക് മുൻഗണന നൽകുക, വേഗപരിധികൾ പാലിക്കുക, എമർജൻസി വാഹനങ്ങൾക്ക് മുൻഗണന, അപകടങ്ങളില്ലാത്ത ഡ്രൈവിംഗ് തുടങ്ങിയവ ക്യാമ്പയിനിലൂടെ ഉറപ്പുവരുത്തും. ഓരോ എമിറേറ്റിലും നിശ്ചയിച്ചിട്ടുള്ള വേഗപരിധികൾ പാലിക്കുക, ട്രാഫിക് സിഗ്നലുകൾ പാലിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, വാഹനങ്ങൾക്കിടയിൽ നിയമപരമായ സുരക്ഷാ അകലം പാലിക്കുക, സ്കൂൾ സോണുകളിൽ വേഗത കുറയ്ക്കുക, കുട്ടികളുടെ സുരക്ഷാ സീറ്റുകൾ ഉപയോഗിക്കുക തുടങ്ങിയവയാണ് മറ്റ് ക്യാമ്പയിൻ നിർദ്ദേശങ്ങൾ. സ്കൂളിന്റെ ആദ്യ ദിവസം സാധാരണഗതിയിൽ കനത്ത ഗതാഗതക്കുരുക്കാണ് രാജ്യത്ത് അനുഭവപ്പെടാറുള്ളത്. ഇതുമൂലം കൃത്യസമയത്ത് സ്കൂളിലെത്താൻ കുട്ടികൾക്ക് സാധിക്കാറില്ല. അപകടരഹിത ദിന ക്യാമ്പയിനിലൂടെ ട്രാഫിക് കുരുക്ക് കുറയ്ക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കുവൈറ്റ് അധികൃതർ പ്രവാസികൾക്ക് വലിയ തിരിച്ചടിക്ക് കാരണമാകുന്ന മറ്റൊരു നടപടിയുമായി മുന്നോട്ട്. രാജ്യത്ത് പ്രവാസികൾക്ക് ലഭിച്ചു വരുന്ന പെട്രോൾ, ഡീസൽ വിലയിലെ സബ്സിഡി ഒഴിവാക്കാനാണ് അധികൃതരുടെ ആലോചന. അതേപോലെ കമ്പനികൾക്കും സബ്സിഡി നിരക്കിൽ എണ്ണ വിതരണം ചെയ്യുന്നത് അവസാനിപ്പിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പൗരന്മാരെ ഈ മാറ്റത്തിൽ നിന്ന് ഒഴിവാക്കാനും ആലോചനയുണ്ട്. പ്രവാസികളിൽ നിന്നും കമ്പനികളിൽ നിന്നും പെട്രോൾ വില അന്താരാഷ്ട്ര മാർക്കറ്റ് നിരക്കിൽ ഈടാക്കുന്നതിനെ കുറിച്ച് പഠനം നടന്നു വരികയാണെന്നും ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സബ്സിഡികൾ പരിഷ്കരിക്കുകയും അവ ഏറ്റവും ആവശ്യമുള്ളവരെ കണ്ടെത്തി അവർക്കത് ലഭ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഡീസൽ വിലയും പെട്രോൾ വിലയും ക്രമീകരിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നടത്തിയ പഠനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നഗരത്തിന്റെ സൗന്ദര്യാത്മകത ആകർഷണം നിലനിർത്തുന്നതിനും പിഴകൾ ഒഴിവാക്കുന്നതിനും ബാൽക്കണിയിൽ തുണികൾ അലക്കിയിടുന്നത് ഒഴിവാക്കണമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. നഗരത്തിന്റെ രൂപഭംഗി ഇല്ലാതാക്കുന്ന രീതികൾ പരിഹരിച്ച് മസ്കറ്റ് ഗവർണറേറ്റിന്റെ സൗന്ദര്യാത്മകത ആകർഷണം സംരക്ഷിക്കാൻ മസ്കറ്റ് മുനിസിപ്പാലിറ്റി പ്രതിജ്ഞാബദ്ധമാണെന്നും ബാൽക്കണിയിൽ തുണികൾ തൂക്കിയിടുന്നത് ദൃശ്യാനുഭവത്തെ തടസ്സപ്പെടുത്തുക മാത്രമല്ല പ്രാദേശിക നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്നു എന്നും മുനിസിപ്പാലിറ്റി കൂട്ടിച്ചേർത്തു. മസ്കറ്റ് മുനിസിപ്പാലിറ്റി നിയമത്തിലെ ആർട്ടിക്കിൾ നമ്പർ 14 അനുസരിച്ച് കെട്ടിടങ്ങളുടെ ബാൽക്കണിയിൽ തുണികൾ തൂക്കിയിടുന്നത് നിയമലംഘനമായി കണക്കാക്കപ്പെടും. നിയമലംഘനം പിടിക്കപ്പെട്ടാൽ 50 റിയാലിനും 5000 റിയാലിനും ഇടയിലോ അല്ലെങ്കിൽ 24 മണിക്കൂറിൽ കുറയാത്ത തടവോ ശിക്ഷയായി ലഭിക്കാമെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ അറിയിപ്പിൽ പറയുന്നു.